കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 9/11/2025 എന്ന ദിനത്തിൽ വിശുദ്ധ സഭാവികമായി ഞങ്ങൾക്ക് ഭവനാങ്കണത്തിൽ കൂടിവരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പകർന്നു തന്നിരിക്കുന്നവർക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ആള് കൂടുന്നതാണ് സഭായോഗത്തിൻ്റെ അനുഗ്രഹമെന്ന് പ്രോസ്പെരിറ്റിക്കാർ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങൾ അതിനെ നഖശിഖാന്തം എതിർക്കുക ചെയ്യുന്നു. ആട് കൂടുമ്പോൾ സ്തോത്രാഴ്ച പാത്രം നിറയും, ആത്മീയമായിട്ട് ഒന്നും കിട്ടത്തില്ല, വട്ടപൂജ്യമായിരിക്കും. സുമാർ 1000 പേരുള്ള ഒരു ചർച്ചിലെ ഒരു സഹോദരനോട് ഞാനൊരിക്കലും ഇങ്ങനെ ചോദിച്ചു, സഹോദര, നിങ്ങളുടെ ചർച്ചിലുള്ള ഇന്ന പേരുള്ളൊരു സഹോദരനെ അറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് 10,000 പേര് കടന്നു വരുന്നിടത്ത് എങ്ങനെ ഞാൻ അറിയും എന്നാണ്. അപ്പോൾ സഭയുടെ നിലവാരം മനസ്സിലായല്ലോ. ആയിരക്കണക്കിന് ജനം കടന്നു വരുന്നിടത്ത് ഒരു കൂട്ടു സഹോദരനെ അറിയാത്ത ഒരു ഹതഭാഗ്യൻ അല്ലാതെ ഞാനെന്താ പറയാൻ? കാരണം അതൊക്കെ ആ നിലയിൽ വേണം നമ്മൾ പറയാൻ. കാരണം സഭായോഗങ്ങൾ, കൂടിവരവുകൾ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള രീതികളായിട്ട് അതപ്പതിച്ച് ജീർണിച്ചു പോയി എന്ന് പറയുന്നതിൽ വലിയ ഖേദമുണ്ട് പ്രിയമുള്ളവർ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ വചനം വെളിപ്പെടും. അതിലിപ്പോൾ 3, 5, 10, 15, 20, 30, 40, 50 പേരായാലും കുഴപ്പമില്ല. എന്നാലും ഒരു കണക്ക് വെച്ചിരിക്കുന്നത്, പണ്ട് ക്യാപ്റ്റൻ ഷാമോൽ പറയുമായിരുന്നു, 50 പേര് വരുമ്പോൾ പിരിച്ചിട്ട് വേറൊരു സഭയാക്കി ഒരു പാസ്റ്റർ അവിടെ നിയോഗിക്കുന്നത് നല്ലൊരു കാര്യം. കാരണം 50 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാനും, അവർ ഓരോരുത്തർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനും, അവരുടെ വീടുകൾ വിസിറ്റ് ചെയ്യാനും, അങ്ങനെ എല്ലാത്തിനും ആളുകളെ പരിപാലിക്കാൻ നല്ലൊരു സിസ്റ്റമാണ്. എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂ ജനറേഷനും ഇന്നത്തെ കുരുടന്മാരായ വഴികാട്ടികൾ, കർത്താവ് മത്തായി 23 പറഞ്ഞു, കുരുടന്മാരായ വഴികാട്ടികളെ. ആരായി കുരുടന്മാർ? ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായി 23 നമ്മൾ വായിച്ച് പഠിച്ചാൽ അവിടെ മോശയുടെ പീഠത്തിൽ അവരിയ്ക്കുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മോശയുടെ സ്ഥാനത്ത് അവരായിരിക്കുക. മോശയുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇസ്രായേൽ മക്കളെ ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടവരാ. ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവിന് മുട്ടുകുത്തി, കർത്താവെ എന്നെ സൗഖ്യമാക്കുവാൻ എന്നെ കഴിയുമെന്നൊരു, കർത്താവ് എന്നെ തൊട്ടാൽ എന്നെ തൊട്ട് സൗഖ്യമാക്കാൻ പറഞ്ഞു. കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കി. എന്നിട്ട് ആ കർത്താവ് അവനോട് പറഞ്ഞു, നീ പോയി മോശയുടെ ന്യായപ്രമാണം ആചരിക്കാൻ പറഞ്ഞു. നീ നിന്റെ പുരോഹിതനെ കാണിച്ച് മോശ പറയുന്ന വഴിപാട് കൽപ്പിക്കാൻ പറഞ്ഞു. കർത്താവ് വന്നപ്പോൾ സ്റ്റിൽ ആ സമയത്ത് നിലനിന്ന പ്രമാണം ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കർത്താവ് അവരോട് പറഞ്ഞത്. ഇന്നത്തെ പലർക്കും അത് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പുതിയ നിയമ പ്രമാണം തുടങ്ങുന്നത് മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ 120 മേൽ ശക്തിയോടെ ആത്മാവ് വന്നു കഴിഞ്ഞതിന് ശേഷം അവർ എല്ലാവരും ഹൃദയത്തിൽ വചനം കേട്ട് കുത്തുകൊണ്ട് അവർ മനസ്സാന്തരപ്പെട്ട് 3000 പേരോളം ഉണ്ടെന്ന പ്രവൃത്തി 2 വെളിപ്പെടുത്തുന്നു. അതിൻ്റെ 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി വാരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചപ്പോൾ. അപ്പോൾ കർത്താവ് ആ കുഷ്ഠരോഗിയോട് പറഞ്ഞത്, നീ പോയി മോശയുടെ പ്രമാണം പുരോഹിതനെ കാണിച്ച് ആ വഴിപാടുകൾ കൽപ്പിക്കുക. ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി വാരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരിക. അതാരാ? പുതിയ നിയമസഭ. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ ആത്മീയ ഗോളത്തിൽ കിടക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കണം. ഇവിടെ ലജ്ജിച്ച് തല താഴ്ത്തണം. ഞാനീ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തന്നെ 2 പ്രമാണങ്ങളുടെ ആ വ്യവസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 6:3. 1 തീമോഥെയോസ് 6:3. അവിടെ 2 പ്രമാണങ്ങളെ വേർതിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും
അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിവചനവും ഭക്തിത്വ ഉപദേശവും അനുസരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാത്തവര് അന്യതാ ഉപദേശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായി അന്യതാ ഉപദേശം? ന്യായപ്രമാണത്തിന് ചേരാത്ത ഉപദേശം, അല്ല, ക്രിസ്തുവിന്റെ പ്രമാണത്തിന് ചേരാത്ത ഉപദേശം. അത് ന്യായപ്രമാണമാണ്. 1 തീമോഥെയോസ് 1:8, 9, 10 വാക്യം ഞാൻ വായിക്കാം. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ഭാഗ്യന്മാർ, പുതുഗന്ധാക്കൾ, മാതുഗന്ധാക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനുക്കാർ, നരമോഷ്ടാക്കൾ, പോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും എന്നിവർക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനുമത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ. ന്യായപ്രമാണം ആർക്ക് ലഭിച്ചു? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ലഭിച്ചു. അതാരാണ്? യഹൂദജാതി. നമ്മളോ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണെന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, റോമർ 3:19 ന്യായപ്രമാണം ലഭിച്ചത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണെന്ന് പറയുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്. ഇത് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇത് ഹൃദയത്തിൽ കോൺക്രീറ്റ് ആണി തറച്ചതുപോലെ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ വരണം. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഗലാത്യർ 6:2. നമ്മൾ നിവർത്തിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. സീനായി പർവ്വതത്തിൽ വെച്ച് മോശ പ്രാപിച്ചു കൊടുത്ത പ്രമാണം മോശയുടെ ന്യായപ്രമാണമാണ്. അത് കൊല്ലുന്നതാണ്, അത് ഇരുട്ടിൻ്റെതാണ്, അത് മരണത്തിൻ്റെതാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം ഞാൻ എപ്പോഴും എടുത്ത് പറയാറുണ്ട്. സംശയമുള്ളൊരാഭ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം മുഴുവൻ വായിച്ചു പഠിച്ചാൽ കാണാൻ കൊല്ലുന്ന പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ വക ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു പെന്തക്കോസുകാരൻ, അവൻ പെന്തക്കോസുകാരനല്ല, അവൻ വേറെ ഏതോ സംഘടനക്കാരൻ, സഭക്കാരൻ. ഞാനിത് തെളിച്ചു പറയുന്നതിൻ്റെ കാരണം, 4 നൂറ്റാണ്ട് ഇങ്ങനെയുള്ള ആത്മീക സത്യങ്ങൾ ആരും എന്നെ പഠിപ്പിച്ചിരുന്നില്ല. വയോവൃദ്ധന്മാരായ ദൈവവൃദ്ധന്മാരിൽ നിന്ന്, പ്രായാധിക്യം തികഞ്ഞ ദൈവവൃദ്ധന്മാരിൽ നിന്നാണ് ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരിക. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരാ അത്? ശാസ്ത്രിമാരും പരീശന്മാരും. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അടുത്ത്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഇതുപോലെ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹമായി തീരുക. അത് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രസംഗിക്കുക, ചെയ്യുന്നില്ല. എന്നെ കൂടി പ്രതികരിച്ച് ഞാൻ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒറ്റയടിക്കൊന്നും കഴിയത്തില്ല. എന്നാൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ ദൈവം അതിനുള്ള കൃപ തരും. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി ആത്മശക്തി ദൈവകൃപ പ്രാപിച്ചു കഴിയുമ്പോൾ ഈ വചനങ്ങളൊക്കെ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി കഴിയുമ്പോഴാണ് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അൻപുവരാകുന്നത്. അല്ലാതെ ഒന്നും പുത്രൻ്റെ സ്വരൂപത്തോട് അൻപുവരാകില്ല പ്രിയമുള്ളവരെ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുക. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്ത് പോകണം, ദൈവ കർത്താവിനെ കാണണമെന്ന്. ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. ഉപദേശം പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഇത് ഉപദേശം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. റോമർ 6:17 വാക്യം. ഉപദേശം റോമസഭയെ പഠിപ്പിച്ചു. അതിൽ 16 17 പഠിച്ചു വരുമ്പോൾ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. കണ്ടോ? അപ്പോസ്തലന്മാർ സഭയെ ഉപദേശം പഠിപ്പിച്ചു, സഭ ഉപദേശം പഠിപ്പിച്ചു. ഇന്ന് സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. പാട്ടും പാടി സങ്കീർത്തനവും വായിച്ച് ന്യായപ്രമാണത്തിലെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ,
വീരസാഹസിക കഥകൾ, മല്ലനായ ഗോലിയാത്തും ദാവീദും, പിന്നെ എസ്തേറും ഹാമാനും ഹാമാന്റെ മക്കളും എന്നു വേണ്ട ഈ പഴയ നിയമത്തിലെ വലിയ വലിയ സംഭവങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് വിശ്വാസികളെ ഇട്ട് കുത്തിയിളക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ദൈവം സ്വത്രം ഉന്മൂലനാശം ചെയ്യും. കാരണം ഹാമാനെയും ഹാമാന്റെ മക്കളെല്ലാം കഴുമരത്തിൽ തൂക്കിയില്ലേ, അതുപോലെ ചെയ്യുമെന്ന്. അവിടുത്തെ ശത്രുക്കൾ ആരാ? ആക്ഷരികമായ ജനമായിരുന്നു, മനുഷ്യരായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ ശത്രു ഏതാ ശത്രു? ഹലോ, ദുഷ്ടനായ സാത്താനാണ് നമുക്കെതിരെ നിൽക്കുന്ന ശത്രു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യർ 6:10. ഇതൊക്കെ മനസ്സിലാകും. ഒരു ബേസ് ഇടാതെ എനിക്കൊരു വിഷയം സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. ഒരു ബേസ് ഉണ്ടെങ്കിലേ ഒരു പ്ലെയിൻ വന്നിറങ്ങത്തുള്ളൂ. എന്നപോലെ വചനത്തിലൂടെ ഒരു ബേസ് ഇട്ടിട്ട് വേണം നമ്മൾ വിഷയം അപഗ്രഥിച്ച് സംസാരിക്കാൻ, വിഷയ വിഭജനത്തിലേക്ക് കയറാൻ. 6:10 ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിച്ചു കൊള്ളുവിൻ. അടുത്ത, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. മതി. പിശാചിനോട് നമുക്ക് പോരാട്ടമുള്ളത്. ഇപ്പൊ IPC ചാരനോട് ചാരൻ ചർച്ചപ്പോട് ഏജിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പോരടിക്കുക. എന്നാലും ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടർ കൺവെൻഷൻ വെച്ചപ്പോൾ അതേ ഡേറ്റ് തമ്മിൽ ക്രാഷ് ആകത്തക്ക നിലയിൽ കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊന്ന് മാറ്റി വെക്കണം. പറ്റത്തില്ല, നിങ്ങൾ അവിടെ നടത്തിക്കോ, ഞങ്ങൾ ഇവിടെ നടത്തിക്കോളാം. രണ്ടുപേരും കൂടി മത്സരം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ടവരല്ലാതെ പിന്നെ വേറെ ആരാ? മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നല്ലേ പറയുന്നേ. അപ്പൊ അവർ മനുഷ്യരുമായിട്ടുള്ള പോരടിയല്ലേ നടത്തുന്നത്. സാത്താന്റെ കരങ്ങളിലെ ആയുധങ്ങളായി ഇന്നത്തെ പാസ്റ്റർമാരും വിശ്വാസികളിലും നല്ലൊരു ശതമാനം മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 100% സത്യമാണ് ഞാൻ പറയുന്നത്. ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വലിയ താല്പര്യവും ഇല്ല. പക്ഷെ സത്യം പറയണ്ടേ, തുറന്നു പറയണ്ടേ? ക്യാപ്റ്റൻ ശമ്പൽ പറയുന്ന പോലെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പല സത്യങ്ങളും പറഞ്ഞിട്ടാണ് മരിച്ചത്. അതുപോലെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടാണ് ലോകത്ത് നിന്ന് പോകാൻ, അല്ലാതെ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഒന്നും ഇവിടെ ഒന്നുമില്ല. വചനം തുറന്നങ്ങ് പറഞ്ഞു വയ്ക്കുക. ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് ഡിലീറ്റ് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഫോണിലുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നത് എന്തായിരുന്നു? അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവരെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളതങ്ങോട്ട് വായിച്ചു പഠിച്ചോ. 1-2 വാക്യം മാത്രം വായിച്ചു പഠിക്കാം. അതിൻ്റെ 13, 14, 15 വാക്യം കൂടി. അവിടെ ഭക്തികരായ ശാസ്ത്രിമാരും പരീശരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. കപടഭക്തികരായ ശാസ്ത്രിമാരും പരീശരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ വിധവയുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷ വരും. കപടഭക്തികരായ ശാസ്ത്രിമാരും പരീശരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. ഈ 14, 15 വാക്യമാണ് നമ്മൾ പേടിക്കേണ്ട വാക്യം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ, അവൻ നിങ്ങളും നരകത്തിന് യോഗ്യരാണ്, നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നു അവരെ. കടലും കരയും നടന്ന് ഇന്ന് അനേകർ വിസയെടുത്ത് വിദേശ രാജ്യങ്ങളിൽ പാഞ്ഞു പോയി കാശുണ്ടാക്കി നരകത്തിലേക്ക് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാഥാർത്ഥ്യമില്ലാതില്ല. എല്ലാവരെ കുറിച്ചും അല്ല ഞാൻ ഈ പറയുന്നത്. ബഹുഭൂരിപക്ഷം ആ നിലവാരത്തിലേക്കായി മാറി. കാശിന് പോക്കില്ലാത്ത ഉപദേശിമാര് വിദേശ രാജ്യങ്ങളിൽ പോയി കാശെല്ലാം സമ്പാദിച്ച് കിടന്നപ്പോൾ ഇപ്പൊ ആരായി മാറി? അവർ ദൈവകൃപ വിട്ടവരായി മാറി. അവർ കപടഭക്തിക്കാരായി മാറി. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറി. താറാവിൻ്റെ പുറകെ നടന്നൊരു സഹോദരൻ അവസാനം കോടികൾ വന്നപ്പോൾ എന്തു പറ്റി? ഉള്ള ദൈവകൃപ മുഴുവൻ ചോർത്തി കളഞ്ഞു. സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? അതുപോലെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ കഥകൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പ്രിയമുള്ളവരെ.
ഞാൻ മർക്കോസ് 7 വരികയാണ്. മർക്കോസ് 7 അധ്യായത്തിൽ ആണ് നമ്മുടെ പഠന വിഷയം. ഇന്നത്തെ വചനധ്യാനം. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും. അപ്പോൾ മത്തായി 23 കണ്ട ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. അവരുടെ ജീവിത രീതി 23 അധ്യായം മുഴുവൻ വായിച്ചു പഠിച്ച വെള്ള തേച്ച ശവക്കല്ലറുകളാണെന്നും എന്ന് വേണ്ട ഒട്ടനവധി കുറ്റങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞ് അവര് കപടഭക്തിക്കാരാണെന്നും പിന്നെ കർത്താവ് പറഞ്ഞ് മത്തായി 23 നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ എന്ന് വരെ അവരെ വിളിക്കുന്നുണ്ട്. കുരുടന്മാരായ വഴികാട്ടികളെ എന്ന് അവരെ വിളിക്കുന്നുണ്ട്. സർപ്പസാന്തതികളെ എന്ന് വിളിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നുണ്ട്. കർത്താവ് വിളിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആരെയും വിളിക്കുന്നില്ല. കാരണം അവർക്ക് വിളിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, അവർ വിളിച്ചു. എന്നിട്ട് പോലും ഐത്യങ്ങളൊന്നും നന്നായില്ലെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? സ്തോത്രം. ഇവിടെ ആ വക ജീവിതത്തിന്റെ ക്രമക്കേടുകളുള്ള ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കേണ്ടവര് ഇവരെന്ത് ചെയ്യുക? നുടിനാര് കീറി ന്യായപ്രമാണം പഠിച്ചവരാ. ഗമാലിയലിനെ പോലെ വചന പണ്ഡിതന്മാരാണ് ശാസ്ത്രിമാര് പരീശന്മാരെ. അവർ യേശുവിനെയും ശിഷ്യന്മാരെയും രൂക്ഷമായിട്ട് വിമർശിക്കുമ്പോൾ യേശു അവരോട് ഇടപെടുന്ന ശക്തമായ മറുപടിയും പ്രബോധനങ്ങളുമാണ് ഇന്ന് പോൽക്കാലം നമ്മുടെ പ്രസംഗ വിഷയം. അതിൻ്റെ വിഷയ വിഭജനത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കൈ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുകയും മുതലായത് പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. ഇതാണ് ചോദ്യം. ശാസ്ത്രിമാരും പരീശന്മാരുടെ ചോദ്യം ഇതാ. മത്തായി 23 ഇവരുടെ ചിത്രം കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഇവര് കടലും കരയും നടന്ന് മനുഷ്യനെ ഇരട്ടിച്ച നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു ഗ്രൂപ്പാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവർ വെള്ളതേർച്ച ശവക്കല്ലറാണെന്ന് പറയുന്നുണ്ട്. ഇവർ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിനെയും ശിഷ്യന്മാരെയും രൂക്ഷമായി വിമർശിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊരു ദൂത് ഞാൻ കടഞ്ഞെടുത്ത് തരട്ടെ. നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ ജീവിതം ഏറെക്കുറെ സംശുദ്ധമായിരിക്കണം. ഇന്ന് പലരും അങ്ങനെയല്ല. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയൊക്കെ നടത്തിയിട്ട് നിങ്ങൾ നന്നാകും ആരെ നന്നാക്കാൻ നടക്കുക? സ്വയം നന്നാകാതെ ആരാ നന്നാക്കുന്നേ? ചേർത്തല ചെത്തിയിൽ ഒരു സഹോദരനോടൊരിക്കൽ ഞാൻ ചോദിച്ചു, തൻ്റെ ജീവിതം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കേ, താൻ ആരെ നന്നാക്കാൻ നടക്കുന്നു? അനേകർക്ക് കാശ് വാങ്ങി കൊടുക്കാനുണ്ട്. അനേകരെ പറ്റിച്ചു, അനേകരെ ചതിച്ചു, അനേകരെ വഞ്ചിച്ചു. സ്വന്തം ജഡപ്രകാരമുള്ള സഹോദരങ്ങൾ വീട് വെച്ചപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാൻ പോയി. പിന്നെ ആ സ്റ്റേ അവരെടുത്ത് കളയാൻ ഇഷ്ടംപോലെ തുക മുടക്കി. ഇങ്ങനെയുള്ള വൃത്തികെട്ട നെറികെട്ട പല പ്രവൃത്തികൾ ചെയ്തിട്ട് മൈക്ക് കൊടുത്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ നടക്കുക. എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, നീ ആദ്യം അങ്ങ് നന്നാകും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് താല്പര്യമില്ല. പറയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് തന്നെ ശാസ്ത്രിമാരും പരീശന്മാരും. ഇന്ന് പല പാസ്റ്റർമാരും പറയുന്ന വചനങ്ങൾ പലർക്കും അനുഗ്രഹമല്ലാത്തതിൻ്റെ കാര്യം എന്താ? അത് അങ്ങോട്ട് അവർക്കത് ദഹിക്കുന്നില്ല, അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണിൽ കോല് വെച്ചിട്ടാണ് കരടുള്ളവനെ ക്രമീകരിക്കാൻ പോകുന്നത്. ഇതെനിക്കും നിങ്ങൾക്കും ശക്തമായൊരു പ്രബോധനമാണ്. കണ്ണിൽ കരടിരിക്കെ കോലിരിക്കെ സഹോദര നെല്ല് നിന്റെ കണ്ണിലെ കരടെടുത്ത് കളയുന്നത് എങ്ങനെയെന്ന് കർത്താവ് ചോദിച്ചു. അതുകൊണ്ട് പാസ്റ്റർമാരും വിശ്വാസികളും മാതൃകയുള്ള ക്രിസ്ത്യ ജീവിതം നയിച്ചിട്ട് വേണം സുവിശേഷം പ്രസംഗിക്കാൻ. ഇല്ലെങ്കിൽ മര്യാദയ്ക്കിരുന്നോണം. അവനെൻ്റെ ജോലി ചെയ്ത് കുടുംബം പുലർത്തി മുമ്പോട്ട് പോക്കണം. ബൈബിളൊക്കെ താഴെ വെക്കണം.
ക്രമം കെട്ട് നടക്കുന്നവർ ഇന്ന് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക. ധനസമ്പാദനം നടത്തിക്കൊണ്ട് സുവിശേഷ വേല ചെയ്യുക. കേരളക്കരയിലെ വിശുദ്ധന്മാരുടെ നിരകളിൽ 1, 2, 3, 4 തലമുറകൾ കഴിഞ്ഞു. പെന്തക്കോസ്തിന്റെ 4-ാം തലമുറയിൽ എത്തി നിൽക്കുക. 1-ാം തലമുറക്കാരും 2-ാം തലമുറക്കാരും അനുഭവിച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളൊന്നും ഇന്നാരും അനുഭവിക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പാസ്റ്ററും ഭാര്യയും കൂടി സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വീട്ടിലൊന്നുമില്ല ഭക്ഷണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊടുക്കുന്ന ഉപ്പുമാവാണ് കഴിക്കുന്നത്. ഉപ്പുമാവ്, അന്നൊക്കെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, ഇന്നും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ വയറ് നിറച്ച് ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പനും അമ്മയും പറയും. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ ഒരു 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 ഉപദേശം കൊടുക്കും. വെള്ളം തിളപ്പിച്ചിട്ടേക്കണം, കരിയിലെ ഉണക്ക കമ്പൊക്കെ കൊണ്ടുവന്ന് വെള്ളം തിളപ്പിച്ചിട്ടേക്കണം. പപ്പയും മമ്മിയും വരുമ്പോൾ അരി മേടിച്ചുകൊണ്ട് വരും, നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാം. അതായിരുന്നു സുവിശേഷകന്മാരുടെ ആദ്യത്തെ 1-ാം തലമുറയുടെ സുവിശേഷകന്മാരുടെ ഒരു ചിത്രം. ഞാനിതൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഇന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടിട്ട് 2 പേര് ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ലക്ഷങ്ങളുടെ കാശ് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കുന്നുണ്ട്. ഞെളിഞ്ഞിരുന്ന് പറയുക. കുടുംബജീവിതം മാറായി കിടക്കുക. ഭാര്യഭർത്തൃ ബന്ധമൊക്കെ ഉലഞ്ഞിട്ട് ചീഞ്ഞ് നാറിക്കിടക്കുക. എന്നിട്ട് പറയുന്നത് എന്തുവാ, കിട്ടുന്നതിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരും പറയുക, ഞാനും എനിക്ക് കിട്ടുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോ ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും ദ്രവ്യാഗ്രഹികളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മാസം തോറും സമ്പാദിച്ചിട്ട് അതിനവർ ടാക്സ് കൊടുക്കും. ഇവിടെ കർത്താവിൻ്റെ പുറകെ നടന്ന ശിഷ്യന്മാരെ കുറിച്ച് സുവിശേഷകൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. വചനം എടുത്ത് വായിക്കാൻ എൻ്റെ മുൻപിൽ സമയമില്ല, ഈ വിഷയം തന്നെ തീർക്കണം. കർത്താവ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒരു സാഹചര്യത്തിൽ നിന്റെ ശിഷ്യന്മാർ കതിര് പറിച്ച് തിന്നു. എന്തിനാ ഈ കതിര് പറിച്ച് തിന്നത്? ഞാനത് സസൂക്ഷ്മം വായിച്ച് നോക്കിയപ്പോൾ വിശന്നിട്ടാ. ഇപ്പൊ മൂക്കുമുട്ട തിന്നാനുണ്ട്, എന്ത് തിന്നണം ഏത് തിന്നണമെന്ന് അറിയത്തില്ല. ചോദിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ മേടിച്ചങ്ങ് തിന്നുക. എല്ലാവരും മനസ്സിൽ തോന്നുന്നതൊക്കെ എടുത്ത് വാങ്ങി അങ്ങ് തിന്നുക. എന്നിട്ട് തിന്നിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. മറ്റത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആഹാരം കഴിച്ചാൽ അത് ശരീരത്തിൽ പിടിക്കും, അത് ആരോഗ്യമായി ബലമായി തീരും. ഇപ്പൊ നമുക്ക് ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് മായങ്ങളെല്ലാം ഭക്ഷിച്ച് നമ്മളിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം രോഗികളായി തീർന്നിരിക്കുക. സോളമൻ പറയുന്നു, മായ 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 സകലതും മായ. ഞാനതിനെക്കുറിച്ച് പറയുന്നത് മായം മായം മായം, സകലതും മായം. സകലതും മായയാണ്, മായവുമാണ്. ദൈവവചനം സംസാരിക്കുമ്പോൾ ഒരു മയവും ഇല്ല, ഒരു മായവും ഇല്ല. ഉള്ളതുപോലെ പറയുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1-ാം തലമുറ കഷ്ടപ്പാടുകൾ സഹിച്ചു ജീവിച്ചു. 2-ാം തലമുറ കഷ്ടപ്പാടുകൾ സഹിച്ചു ജീവിച്ചു. 3-ാം തലമുറയും 4-ാം തലമുറയും വന്നപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി. ജഡീകന്മാരായി മാറി, ലോകസ്നേഹികളായി മാറി. ശരിയല്ലേ ഞാൻ പറയുന്നത്? എത്ര സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മൂക്കത്ത് വിരൽ വെച്ച് പോകും ഇത് കേൾക്കുമ്പോൾ. ഇവിടെ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1-ഉം 2-ഉം ആ തലമുറകളിലുള്ള പെന്തക്കോസ്ത് സമൂഹം, പിതാക്കന്മാര് കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഞെരുക്കങ്ങൾ അനുഭവിക്കാനും നാം മനസ്സുള്ളവരായി തീരണം. കഷ്ടത വന്നാൽ അതിനെ ശാസിക്കരുത്. ഞാൻ നേരത്തെ ടാക്സ് കൊടുക്കുന്ന സഹോദരന്റെ കാര്യം പറഞ്ഞല്ലോ, പേര് ഞാൻ പറയുന്നില്ല. കഷ്ടതയുടെ നെല്ലിപ്പിളയിലൂടെ പോയപ്പോൾ കഷ്ടതയെ ശാസിച്ച് കഷ്ടത മുഴുവൻ പോയി. ഇപ്പൊ ആരായി മാറി? പുള്ളി കോടീശ്വരനായി. എബ്രായ ലേഖനം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കഷ്ടത അനുസരണം പഠിച്ച് തികയാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ദൈവം കൊടുത്തെങ്കിൽ, പത്രോസ് പറഞ്ഞു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ എൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ മാതൃക വെച്ചു പോയിരിക്കും. അപ്പം നമ്മളും ആ കഷ്ടത അനുഭവിച്ച് ക്രിസ്തുവിൽ തികഞ്ഞു വരണമെന്ന് പുസ്തകം പഠിപ്പിക്കുമ്പോൾ, ഇവിടെ വെളിവില്ലാത്തവർ പറയുന്നത് എന്താ? കഷ്ടത, കർത്താവ് കഷ്ടം അനുഭവിച്ചു, നമ്മൾ കഷ്ടം അനുഭവിക്കണം. ഞാൻ എൻ്റെ ചെവി കൊണ്ട് പാസ്റ്റർമാർ പറയുന്നത്, പാസ്റ്റർമാരെന്നൊന്നും പറയാൻ പാടില്ല, പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ പൂജാൻ താടി വെച്ചവനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നേ. സ്വത്രം. ബോധമില്ലാത്ത പ്രസംഗങ്ങൾ, ബോധമില്ലാത്ത
വചനപ്രഘോഷണങ്ങൾ, വായു വരുന്നതൊക്കെ വിളിച്ചു പറയുക. വേദപുസ്തകം വസ്തുനിഷ്ഠമായി പ്രസംഗിക്കാൻ ഇന്ന് ഭൂമിയിൽ ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം തെറ്റായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങ് പോകുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവർ പൊളിഞ്ഞു കിടക്കുമ്പോൾ, അവരുടെ ജീവിതം ചീഞ്ഞു നാറുമ്പോൾ അവർ ചെയ്യുന്നത് എന്താ? യേശുവിനെയും ശിഷ്യന്മാരെയും രൂക്ഷമായിട്ട് വിമർശിക്കുക. കൈ കഴുകാതെ ഞങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷണം കഴിക്കാതില്ല. അവർ ചന്തയിൽ പോയിട്ട് വരുമ്പോൾ കൈ കഴുകുന്നു, കാല് കഴുകുന്നു, മുഖം കഴുകുന്നു. ഇന്നും നമുക്കറിയാം ഈ മുസ്ലിം വിശ്വാസികളിൽ നല്ലൊരു ശതമാനം നല്ല മനുഷ്യരാണ്, ദൈവമുള്ളവർ, വാർത്തകളുള്ള ഒരു ചെറിയൊരു ശതമാനം ക്രിമിനൽസ് ഉണ്ടെന്നുള്ളത് അത് എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ ഇല്ലാത്ത? കൊള്ളയും കൊള്ളിവെപ്പും നടത്താത്ത ഏത് ജാതിക്കാരാ ഉള്ളത്? ഏത് മതക്കാരാ ഉള്ളത് ഈ ലോകത്ത്? എല്ലാവരിലും ഉണ്ട്. എന്നാൽ അവരിൽ കുറച്ച് ദയയില്ലാതെ ക്രിമിനൽസ് ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അവരും ഇസ്ലാം മതവിശ്വാസികൾ ചെയ്യുന്നത് എന്താ? അവർ കൈ കഴുകുന്നു, കാല് കഴുകുന്നു, മുഖം കഴുകുന്നു, ചെവിയുടെ 2 ഭാഗം കഴുകുന്നു. സ്തോത്രം. ഇതെല്ലാം കഴുകിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കാരണം ആ യഹൂദന്മാരുടെ പഴയ നിയമ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഒരു സിസ്റ്റമാണ് ഈ മുസ്ലിങ്ങളും അനുവർത്തിച്ചു വരുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് ഇതിലേക്ക് വരിക. അപ്പൊ ഇവിടെ ശിഷ്യന്മാരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. അവർ കൈ കഴുകുന്നില്ല, അവർ മുഖം കഴുകുന്നില്ല, അവർ കാല് കഴുകുന്നില്ല, അവർ ജഡീക ശുദ്ധി വരുത്തുന്നില്ല, അവര് ഭക്ഷണം കഴിക്കുക. ഇത് ശരിയാവും എന്ന് പറഞ്ഞ് അവരെ രൂക്ഷമായി വിമർശിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. സ്തോത്രം. 6-ാം വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് ശരി. എന്താണ് യെശയ്യാവ് പറഞ്ഞത്? യെശയ്യാവ് 29:13 വാക്യമുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ അകന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ. 1, അധരം കൊണ്ടുള്ള ബഹുമാനം. 2, അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. 3, മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. 4, മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങൾ അവർ ജനത്തിൽ കൊടുക്കുന്നു. 4, അവർ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു നല്ലൊരു ശതമാനം അങ്ങനെ ആയിപ്പോയി. ഏത് സഭയാണ് എനിക്ക് ഈ സംഘടനാ സ്പിരിറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സംഘടനാ സ്പിരിറ്റ് ഒരു ദൈവത്തിന് പാടില്ല. അങ്ങനെ സംഘടനാ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അവരിൽ മറ്റൊരാത്മാവ് കയറും, യാതൊരു സംശയവും ഇല്ല. അങ്ങനെ കയറിയിരിക്കുക പലരിലും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് പുതിയ നിയമ അപ്പോസ്തലിക ഉപദേശം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരെല്ലാവരും ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വേർതിരിച്ച് കാണേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ ഇത്ര ഉണ്ട്, ഞങ്ങൾ ഇത്ര കോടികളുണ്ട്, ഞങ്ങൾ ഇത്ര സഭകളുണ്ട് എന്ന് ആരും ഊറ്റം കൊള്ളേണ്ട. ഒരു ഗുണനിലവാരമില്ലാത്ത സഭകളാണ് ഇന്ന് ഭൂമിയിലുള്ളതിൽ നല്ലൊരു ശതമാനം എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ നിഗളങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ വചനത്തിൻ്റെ മുൻപാകെ നിർമ്മലമായ ഒരു കാഴ്ചപ്പാടിൽ ഈ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. നമ്മൾ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നവരാണോ? എങ്കിൽ നമ്മൾ കപടഭക്തിക്കാരാണ്, ഹിപ്പോക്രൈറ്റ്സാണ്. നമ്മൾ കപടഭക്തിക്കാരാണ്. അവരുടെ ലക്ഷണം അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, പാട്ടുപാടി തകർക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് കുറെ ബഹളം വയ്ക്കുന്നു. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അവിടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ അകന്നിരിക്കുന്നു. എന്നിട്ട് അവർ ചെയ്യുന്നതോ മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അവർ മനുഷ്യന്റെ കൽപ്പനകൾ ചെയ്യുന്നു. ചിന്തിക്കുക ദൈവമക്കളെ. ഞാനീ പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കളഞ്ഞേക്ക്. പൗലോസ് പറയുന്ന പോലെ സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ഞാനീ പറയുന്നതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കുക, ചീത്തയുണ്ടെങ്കിൽ വിട്ടേക്കുക. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അളന്നു കുറിച്ച് പറയുന്ന മുഴുവൻ വചനത്തിലൂടെയാണ്.
വചനമാണ് എൻ്റെ മാനദണ്ഡം, വചനമാണ് എൻ്റെ പ്രസംഗം. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് എന്താ പറഞ്ഞത്? കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ തക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിപ്പുണ്ട്. പത്രോസ് ഒരു മുക്കുവനാ, ഒത്തിരി വാചോടിക്കുന്നവനാ. അവൻ്റെ വാചക കസർത്തൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്നു എന്നുള്ളത് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം എടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. ഇവിടെ മോചന പ്രമാണം അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മോചന പ്രമാണത്തിലുള്ള സങ്കീർത്തനവും ന്യായപ്രമാണവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് സിൻ. മടങ്ങി വരിക ക്രൈസ്തവ സമൂഹമേ, പാസ്റ്റർമാരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.